ജാസ്മിൻ്റെ വാപ്പയ്ക്ക് ജാസ്മിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് ഒരു കോൾ വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് ഗബ്രിയെക്കുറിച്ച് തന്നെ ആയിരിക്കും. അത് കാരണം ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിൽ കൈ കൊടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയേ ആയിട്ടുള്ളൂ ബിഗ് ബോസ് തുടങ്ങിയിട്ട്. മാർച്ച് 10-ാം തീയതിയാണ് ബിഗ് ബോസ് ആരംഭിച്ചതെങ്കിൽ ഇന്നിപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഇവർ തമ്മിൽ ഒരു പ്രണയം മുട്ടിട്ടോ എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഇവരോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും കുറച്ച് പേർക്ക് ഇവർ എന്താണ് ഈ കാണിക്കുന്നത്, കാരണം എല്ലാവരും അവിടെ ഒരുപോലെ ചെയ്യുമ്പം ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് മാറിയിരിക്കുകയാണ്. ഒരുപോലെ ഡ്രസ്സ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ജാസ്മിൻ്റെ കയ്യിലൊക്കെ ഗബ്രി കടിച്ചതിനെ പറ്റിയും ഗബ്രി ജാസ്മിനെ ഉമ്മ വയ്ക്കുന്നതും ഇവരെ കെട്ടിപ്പിടിക്കുന്നതും എപ്പോഴും കൈ പിടിച്ച് നടക്കുന്നതും ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായി. ഇപ്പോൾ ജാസ്മിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ വിടുന്നതിന് പോലും എതിർപ്പുള്ള ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയിൽ പോലും തട്ടമിട്ട് മുഖം മറച്ച് മാത്രമൊക്കെ എത്തണം എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് ഫാമിലിയൊക്കെയാണ് ജാസ്മിൻ്റേത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജാസ്മിൻ തലയിൽ തട്ടമിടാതെ പോലും ജാസ്മിൻ ഇതിനു മുൻപ് നമ്മൾ ആരും അങ്ങനെ അധികം കണ്ടിട്ടില്ല ജാസ്മിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പോലും. അങ്ങനെ ജാസ്മിൻ്റെ വാപ്പ ശരിക്കും ജാസ്മിനെ വിളിച്ചത് ഗബ്രിയെ മാറ്റി നിർത്തണം എന്ന് പറയാൻ തന്നെയാണ്. കാരണം അത് കഴിഞ്ഞ് ഗബ്രിയോട് സംസാരിക്കുമ്പം ജാസ്മിൻ പറയുന്നുണ്ട്, നമ്മൾ ഇനി മാറി നടക്കണം, നമ്മൾ ഇനി മാറിയിരിക്കണം, ഒരുമിച്ചിരിക്കരുത്, കാരണം ഞാൻ ചെയ്തത് തെറ്റാണോ, ഞാൻ ഇവിടെ ചെയ്യുന്നതൊക്കെ തെറ്റാണോ, കാരണം പുറത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള എന്തോ സൂചന അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ജാസ്മിന് മൊത്തത്തിൽ നെഗറ്റീവ് ആണ് എന്നിവർക്ക് മനസ്സിലായി കഴിഞ്ഞു.